ഡേറ്റ് വന്നപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, നമുക്ക് സ്റ്റണ്ട് മാസ്റ്റർ ഇല്ല. കാരണം അവര് വേറെ സിനിമ കമ്മിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ നമുക്ക് സ്റ്റണ്ട് മാസ്റ്റർ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇക്ക ഓൾറെഡി എത്തിക്കഴിഞ്ഞു. സ്റ്റണ്ട് മാസ്റ്റർ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ എറണാകുളത്ത് വേറെ ലൊക്കേഷനിലാണ്, ഫോറസ്റ്റിന്റെ പെർമിഷനും പരിപാടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് പുള്ളിയുടെ കുറ്റമല്ല. യൂഷ്വലി ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സ് ഇല്ലേ, അവരെല്ലാ അവരെപ്പോഴും ബിസി ആയിരിക്കും. അവർ പല ഭാഷകളും പല സിനിമകളും 1 day 2 day 1 day ചെയ്യുന്നതായിരിക്കും. അവർ ആ ഒരു തിൻ ലൈനിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ. അപ്പൊ അങ്ങനെ വന്ന ടൈമിൽ ഓക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ചെറിയ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് ഇക്ക ഇറങ്ങി. ഞാൻ നമ്മൾ ഇത് ഫൈനൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ആലോചന ചെയ്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു വേറൊരു ആക്ടറും അങ്ങനെ ഒരിക്കലും വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. സപ്പോർട്ട് മീൻസ് ആ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഇക്ക തന്നെയാണ്. സീരിയസ് ആയിട്ട് ഞാനത് നമ്മൾ ഉറപ്പായിട്ട് എന്റെ പേര് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ നമ്മുടെ സിനിമയില്. ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഇക്ക തന്നെയാണ്. അങ്ങനെയല്ല.